ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് നല്ല സ്ത്രീകളുമുണ്ട്, അതുപോലെ തന്നെ മോശം സ്വഭാവമുള്ള സ്ത്രീകളുമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് കയറിക്കൂടാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പേഴ്സണൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വന്ന് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകളും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ചില ആളുകൾക്കെങ്കിലും ബാഡ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അതിന് പിന്നിൽ ഉണ്ടാവാം. അത് ഫൈനാൻഷ്യലി ഉള്ള ബെനിഫിറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവരുടെ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ കാണിക്കുന്ന സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഉള്ളിൽ എന്ത് ഉദ്ദേശമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറയാം. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് രണ്ട് രീതിയിലുള്ള ഉദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു അടുപ്പം സ്ഥാപിച്ചിട്ട് അത് വെച്ച് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിങ്ങളിൽ നിന്നും ഫൈനാൻഷ്യലി ഉള്ള കുറെ ബെനിഫിറ്റുകൾ കൈപ്പറ്റാം, ഈ രീതിയിൽ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആ രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു മാരീഡ് ലൈഫോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ കണ്ടിട്ട് അതിൽ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിനോട് അസൂയ തോന്നിയിട്ട് നിങ്ങളെ ഒന്ന് രണ്ടു വഴിക്കാക്കാം, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ കയറി പറ്റാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുമുണ്ട്. എല്ലാ സ്ത്രീകളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അപ്പൊ നോർമലി ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരെപ്പോഴും ഈ പുരുഷന്മാരിൽ നിന്നും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പൊ നമ്മളോട് ഒരു പെൺകുട്ടി ഫ്രണ്ട് ആവാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം അവരുടെ പ്രസൻസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പരിചയപ്പെട്ട ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുക, ഒരുപാട് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുക, നമ്മളെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. ഈ പെൺകുട്ടികൾ പൊതുവെ ക്ലോസ് ആവുന്നത് സ്ലോലിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബാഡ് ഇന്റൻഷൻ വെച്ച് നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇവരുടെ സ്റ്റാർട്ടിങ് കോൺവെർസേഷൻ തന്നെ ഒരു ഫ്ലേർട്ടിംഗ് ടൈപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവരിങ്ങനെ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടുന്നു, ആ രീതിയിലൊക്കെ ഒരു ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ അവരോട് സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. അവർ കൂടുതലും നിങ്ങളുടെ വൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് നിങ്ങളോട് കുത്തി കുത്തി ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇത് എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇവർ പരിഹരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ എപ്പോഴും ഒന്നും നമ്മുടെ പാർട്ട്ണറും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ആവില്ല പോകുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫൈറ്റ് ഉണ്ടാവുന്നത് ഇവരറിയുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങളൊന്ന് കെയർ ചെയ്ത് ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ തന്ന് നിങ്ങളുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമമാണ് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവര് നിങ്ങളുടെ അടുത്ത് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് ഗിൽറ്റ് മാനിപ്പുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവര് നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളോട് കമ്പനി ആവാൻ നോക്കുന്നു, ഒരു തരത്തിലും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരോടൊരു നോർമലി നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് അപ്പായിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് അങ്ങനെ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റിഗ്രറ്റിന്റെ പുറത്ത് നിങ്ങൾ അവരോട് സോറി പറയാൻ പോവുകയോ അല്ലെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറുകയോ ചെയ്താൽ ആ ഒരു വാലിൽ പിടിച്ച് അവർ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കും. ഇത് ശരിക്കും ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ കയറി പറ്റണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഹണി ട്രാപ്പ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലൈക്ക് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മളിങ്ങനെ കോളേജുകളിൽ, സ്കൂളുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ
മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന സ്ത്രീകളെ നമുക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കും. അത് വിചാരിച്ച് നിങ്ങളോട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പെൺകുട്ടികളെല്ലാം ഇങ്ങനെയാണെന്നല്ല. ഈ കൈൻഡ് ഓഫ് സ്വഭാവമുള്ള പെണ്ണുങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയും. കാരണം അവരുടെ ഒരു വേ ഓഫ് ടോക്കിങ്ങും അതുപോലെ തന്നെ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയും അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു ഫേവറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. സോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ രീതിയിൽ അവരുടെ ആ ഒരു എന്താ പറയാ സ്നേഹത്തിന്റെ പുറത്തും അവരുടെ ആ ഒരു കെയറിങ്ങിന്റെ പുറത്തും നമ്മൾ അവരോടുള്ള ഒരു അടുപ്പം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനോടുള്ള ആ ഒരു കണക്ഷൻ കുറയും. എന്നിട്ട് നമുക്ക് ഇവര് നമ്മുടെ കൂടെ ലൈഫ് ടൈം ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോവും. കാരണം അവർക്ക് നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുണ്ടാവും. മേ ബി അത് ഫൈനാൻഷ്യലി ഉള്ള എന്തെങ്കിലും നേട്ടങ്ങളാവാം. ഇപ്പൊ ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അവരുടെ പൊസിഷനിലുള്ള, അതായത് അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലുള്ള എന്തെങ്കിലും ഹൈക്കോ കാര്യങ്ങളോ ആവാം. അപ്പൊ ആ രീതിയിൽ എന്ത് നേട്ടങ്ങളും ആവാം അവർ ആഗ്രഹിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള സ്ത്രീകൾ വളരെ ഡേഞ്ചർ ആണ്. നിങ്ങൾ സൂക്ഷിച്ചു മാത്രം ഇവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുക. അതായത് ഇവരെപ്പോഴും ഇവരും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ എന്താ പറയാ ഇങ്ങനെ ഒന്ന് സീക്രട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഉണ്ട് എന്ന് ബാക്കിയുള്ളവരെ കൂടി അറിയിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പകുതി കാര്യങ്ങൾ ജയിച്ചു. കാരണം നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ടോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇവർക്കൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും അവർക്ക് അത് എപ്പോഴും ഒരു ഹോൾഡാണ്. കാരണം ബാക്കിയുള്ളവരും കൂടി ഇത് അറിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇവർക്കൊരു തെളിവായല്ലോ എന്നുള്ളൊരു രീതിയിലായിരിക്കും അവരുടെ ഒരു മൈൻഡ് ഉണ്ടായിരിക്കാം. സോ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വളരെ നോർമലായിട്ട് ന്യൂട്രൽ ആയിട്ട് മാത്രം നിങ്ങൾ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു ചെറിയ രീതിയിലുള്ള ഒരു സോഫ്റ്റ് കോർണർ അവരോട് കാണിക്കുകയാണെങ്കിൽ പോലും അവരതിനെ വലിയ രീതിയിൽ മുതലെടുക്കും. പിന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്ന വേറൊരു പ്രവണതയാണ്, അതായത് ഇവർ ഭയങ്കര ഇമോഷണലി ഒരുപാട് അവരുടെ വീട്ടിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ ഒരു നിങ്ങളുടെ മനസ്സിലൊരു സിമ്പതി പറ്റിയിട്ട് അതിൽ നിന്നും ഒരു റിലേഷൻ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ ഇവരെപ്പോഴും ഫേക്ക് ആയിട്ടായിരിക്കും നിങ്ങളോട് നിൽക്കുന്നത്. കാരണം അവരുടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് മാത്രമായിരിക്കും നിങ്ങളെ കാണിക്കുക. ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും, പക്ഷെ അവരവരുടെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് ഓരോരോ കുറ്റങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങളെയും അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പ്രത്യക്ഷത്തിൽ പറയില്ല, പക്ഷെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് ചിലപ്പോൾ വേറെ വല്ല റിലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനുള്ള പല പല കാര്യങ്ങളും അവരിങ്ങനെ ഇട്ട് തരും. ഞാൻ ഇന്നലെ അവളെയും വേറൊരു ചെറുക്കനും ഒരുമിച്ച് കണ്ടല്ലോ, ഈ രീതിയിലൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് വന്ന് ചോദിക്കും. അതേപോലെ അവൾ നിന്നെ നന്നായിട്ട് നോക്കുന്നൊന്നുമില്ല അല്ലെ, അവൾ നിനക്ക് വേണ്ടി ഫുഡൊന്നും നന്നായിട്ട് കുക്ക് ചെയ്ത് തരുന്നില്ല അല്ലെ, ഈ രീതിയിലൊക്കെ ചെറിയ ചെറിയ നിങ്ങൾക്കിടയിലുള്ള പോരായ്മകൾ അവർ ചൂണ്ടിക്കാണിക്കുകയും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ടെൻഷനായിട്ടോ അല്ലെങ്കിൽ പ്രശ്നത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആശ്വാസവാക്കുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക. അതേപോലെ നിങ്ങളെ ഒരുപാട് പാമ്പർ ചെയ്യുന്ന പോലെ സംസാരിക്കും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഏതൊരു പ്രായത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പാമ്പറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മേ ബി നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ സീരിയസ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മാരീഡ് ലൈഫിൽ ചില പോയിന്റിലൊക്കെ നമുക്ക് ഈ കെയറും അറ്റൻഷനും ഒക്കെ തരാൻ നമ്മുടെ പാർട്ട്ണറിനെ കൊണ്ട് സാധിക്കുമെങ്കിലും നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സാഹചര്യങ്ങളിലൊക്കെ മേ ബി അവരവരുടെ തിരക്കുകൾ കാരണം കൊണ്ട് നമ്മളെ പാമ്പർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ടാവാം. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ടൈം നമ്മളെ കെയർ ചെയ്യുന്നു, നമ്മളെ കാര്യങ്ങൾ നോക്കുന്നു, നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള പോസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇത്തരക്കാരുടെ ഉദ്ദേശം ഒരിക്കലും നല്ലതല്ല. ഇപ്പൊ നിങ്ങളെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ആവില്ല ഈ രീതിയിൽ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. അവരുടെ ഇന്റൻഷൻ എപ്പോഴും അവരുടെ പേഴ്സണൽ ബെനിഫിറ്റുകൾ മാത്രമായിരിക്കും. അതെപ്പോഴും നിങ്ങൾ ഓർക്കുക. നിങ്ങൾ അങ്ങനെ ഒരാൾ നിങ്ങളോട് പെരുമാറുമ്പോൾ
ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങൾ അവരുടെ പുറകെ പോയി നിങ്ങളുടെ ഉള്ള ജീവിതം കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഇല്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. സോ എപ്പോഴും സൂക്ഷിക്കുക. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരക്കാരെ ഒരുപാട് ട്രൈ ചെയ്തു നമ്മളുടെ അടുത്ത് അടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒരു തരത്തിലും അവരോട് അടുക്കാൻ റെഡി ആവുന്നില്ല. അവരുടെ കാര്യങ്ങൾക്ക് അവരിങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല, നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ല, നിങ്ങൾ ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ പാവല്ലേ, മേ ബി നിങ്ങളുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ പാവല്ലേ, അല്ലെങ്കിൽ ഇവളൊരു രീതി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരിങ്ങനെ ആ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർക്ക് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ചില സമയത്ത് നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കാണിക്കും, എന്നാൽ ചില സമയത്ത് നിങ്ങളെ മൈൻഡ് ചെയ്യുക പോലുമില്ല. നിങ്ങളുടെ അടുത്തൊരു സ്ട്രേഞ്ചറിനെ പോലെ ആയിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ വളരെയധികം ഡേഞ്ചർ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഇത്തരത്തിലുള്ള ആളുകളോട് പെരുമാറുക. കാരണം ഇവർ ഏത് രീതിയിൽ വേണമെങ്കിലും മാറാനും അറിയാനുമുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന, സൈനിങ് ഓഫ്.